നമസ്കാരം. വർഷത്തിൽ ചില ദിവസങ്ങൾ, ചില നേരങ്ങൾ സൂര്യൻ തന്റെ പ്രകാശകിരണങ്ങളാൽ ശിവഭഗവാന് അർച്ചന ചെയ്യുന്ന എത്രയോ ക്ഷേത്രങ്ങൾ തമിഴ്നാട്ടിലുണ്ട്. ആ സമയത്ത് ക്ഷേത്രത്തിലെത്തുന്നവർക്ക് മാത്രമാണത് കാണാനാവുക. എന്നാൽ 365 ദിവസവും ഉദയം മുതൽ അസ്തമയം വരെ സൂര്യൻ ശിവപൂജ ചെയ്യുന്നത് ഭക്തർക്ക് ദർശിക്കാനാവുന്നതും, ക്ഷേത്രത്തിൽ ദീപാരാധന കാണിക്കുമ്പോൾ ഭൈരവശിലയുടെ കഴുത്തിനുള്ളിലെ പവിഴമണി അനങ്ങുന്ന വിസ്മയം ഭക്തർക്ക് നേരിൽ കാണാനാവുന്നതുമായ ഒരു പുരാതന ശിവക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിகு സൂര്യകോടീശ്വരർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തഞ്ചാവൂർ ജില്ലയിൽ കുംഭകോണം കഞ്ചനൂർ ത്രിലോകി പാതയിൽ പഴവാറിന്റെ തെക്ക് കരയിൽ കീഴസൂര്യമൂലെ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീപരമേശ്വരൻ സൂര്യകോടീശ്വരർ എന്ന നാമത്തിലും ശ്രീ പാർവതി പവിഴക്കൊടിയമ്മൻ എന്ന നാമത്തിലും കുടികൊള്ളുന്നു. പ്രധാനമായും കൺ സംബന്ധപ്പെട്ട അസുഖങ്ങൾ മാറുന്നതിനും പിതൃദോഷ പരിഹാര സ്ഥലവുമാണ് ഈ ക്ഷേത്രം. പ്രത്യേകിച്ചും പ്രദോഷ വഴിപാടിന് മുഖ്യത്വം കൊടുക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഇവിടെ ശിവഭഗവാൻ നവഗ്രഹ നായകൻ സൂര്യദേവന് മൂലാധാര ശക്തിയെ കൊടുത്ത ഐതിഹ്യത്തിനാൽ ഈ പ്രദേശം സൂര്യമൂലെ എന്നറിയപ്പെട്ടു. സൂര്യനാർ കോവിലിൽ തന്റെ കുഷ്ഠരോഗം മാറ്റിയ സൂര്യഭഗവാൻ ഈ സ്ഥലത്ത് തന്റെ മുഴുവൻ ശക്തിയെയും തിരിച്ചെടുത്തുവെന്നാണ് ഐതിഹ്യം. വാമനാവതാരത്തിൽ ഭഗവാൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുന്ന സന്ദർഭത്തിൽ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട അസുരഗുരു ശുക്രാചാര്യർ അഗസ്ത്യ മഹർഷിയുടെ നേതൃത്വത്തിൽ ഇവിടെ ആദിത്യഹൃദയ മന്ത്ര ഹോമങ്ങൾ ചെയ്ത് സൂര്യകോടീശ്വരരെ പൂജിച്ചാണ് നഷ്ടപ്പെട്ട കാഴ്ചശക്തി തിരിച്ചു കിട്ടിയതെന്നാണ് പറയപ്പെടുന്നത്. അഗസ്ത്യ മഹർഷി ശ്രീരാമചന്ദ്രന് ഉപദേശിച്ച ആദിത്യഹൃദയ മന്ത്രങ്ങളുടെ ശക്തിയാലാണ് ശ്രീരാമന് ലങ്കാധിപതി രാവണനെ വധിച്ച് സീതാദേവിയെ വീണ്ടെടുക്കാനായത് എന്നാണ് പുരാണങ്ങളിൽ പരാമർശം. ശ്രീരാമന്റെ ആവശ്യപ്രകാരം ആദിത്യഹൃദയ മന്ത്ര ശ്ലോകങ്ങൾ പലതും ശാന്തമായ ശുഭഘോര നേരങ്ങളിൽ അഗസ്ത്യർ ഉപദേശിക്കുകയുണ്ടായി. അങ്ങനെ ഭഗവാന് മന്ത്രോപദേശം ചെയ്ത സ്ഥലങ്ങളിൽ കീഴസൂര്യമൂലയും ഒന്ന്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ വനവാസത്തിലായതിനാൽ പിതാവ് ദശരഥ മഹാരാജാവിന് യഥോചിതം പിതൃകർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കാത്തതിനാൽ ഏർപ്പെട്ട ദോഷങ്ങൾ മാറുന്നതിനായി 108 പുണ്യവൃക്ഷങ്ങൾക്ക് കീഴിൽ പിതൃതർപ്പണം ചെയ്തതായാണ് പുരാണങ്ങളിൽ പരാമർശം. ശ്രീരാമൻ ഇലുപ്പമരത്തിന് കീഴെ പിതൃതർപ്പണം ചെയ്ത സ്ഥലമാണ് കീഴസൂര്യമൂലെ. ഈ ക്ഷേത്രത്തിലെ പ്രധാന ഐതിഹ്യം സൂര്യദേവനെ കുറിച്ചാണ്. എല്ലാ ലോകങ്ങളിലുള്ളവരും ശിവക്ഷേത്രങ്ങളിലെ പ്രദോഷ വഴിപാടിൽ പങ്കെടുത്ത് ഫലമടയുന്നത് കണ്ട് സൂര്യദേവന് തനിക്ക് മാത്രം ഈ പൂജയിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു വേദനയുണ്ടായി. കാരണം സൂര്യാസ്തമയത്തിനു ശേഷമാണല്ലോ പ്രദോഷ പൂജ നടക്കുന്നത്. സൂര്യൻ തന്റെ സങ്കടം ശിഷ്യനായ യജ്ഞവൽക്യ മുനിയോട് പങ്കുവച്ചു. സൂര്യഭഗവാനിൽ നിന്നും വേദങ്ങൾ ഗ്രഹിച്ചയാളാണ് യജ്ഞവൽക്യ മുനി. സൂര്യന്റെ വിഷമം കേട്ട മഹർഷി അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. പിന്നീട് താൻ ദിനവും പൂജിക്കുന്ന കീഴസൂര്യമൂലയിലുള്ള സൂര്യകോടീശ്വരരോട് സൂര്യദേവന്റെ സങ്കടം ഉണർത്തിക്കുകയും അതിനൊരു പരിഹാരമുണ്ടാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം മാമുനി താൻ സൂര്യനിൽ നിന്ന് ഗ്രഹിച്ച വേദപാഠങ്ങൾ അത്രയും ശിവഭഗവാന് ദക്ഷിണയായി വേദാഗ്നിയോഗ ഭാസ്കര ചക്രത്തിന്റെ രൂപത്തിൽ ഭഗവത് പാദത്തിൽ അർപ്പിച്ചു. മാമുനി സമർപ്പിച്ച വേദമന്ത്രങ്ങൾ അത്രയും സൂര്യകോടീശ്വരരുടെ പാദത്തിൽ ഒരു അദ്ഭുത വൃക്ഷമായി വളർന്നു. അതാണ് ക്ഷേത്രത്തിലെ ഇലുപ്പമരം. ഇലുപ്പ മരത്തിലുണ്ടായ കുരുക്കൾ ശേഖരിച്ച് ഇലുപ്പ എണ്ണയാൽ ഭഗവാന് ദീപം തെളിയിക്കാൻ തുടങ്ങി മാമുനി. കാലക്രമേണ ഈ സ്ഥലം മുഴുവനും ഇലുപ്പമരക്കാടുകളായി മാറി. ദിനവും ഈ ഇലുപ്പമരങ്ങളിലെ കുരുക്കളിൽ നിന്നും എണ്ണ ശേഖരിച്ച് കോടിക്കണക്കിന് മൺചിരാതുകളിൽ ദീപം തെളിയിച്ച് സൂര്യകോടീശ്വരരെ പൂജിച്ചു മഹർഷി. ദിനവും സന്ധ്യാവേളകളിൽ ഈ വഴിപാട് തുടർന്നുകൊണ്ടിരുന്നു. ഈ സമയം പ്രദോഷ നേരമായതിനാൽ പിറ്റേന്ന് സൂര്യ ഉദയത്തിന്റെ സമയത്ത് സൂര്യഭഗവാൻ ഈ ഇലുപ്പെണ്ണ ദീപങ്ങളെ ദർശിച്ച് പ്രദോഷ വഴിപാടിന്റെ മുഴുവൻ ഫലങ്ങളും കൈപ്പറ്റി എന്നാണ് പുരാണങ്ങൾ. ഇതറിഞ്ഞ ഋഷികളെല്ലാം ഭഗവാനെ പൂജിക്കാനായി ഇവിടെ എത്തി ഇലുപ്പമരങ്ങളിൽ കുടികൊണ്ടു എന്നാണ് പറയുന്നത്. ക്ഷേത്രത്തിലുള്ള ഇലുപ്പമരത്തിന്റെ തടിയിൽ ഋഷികളുടെ മുഖം പോലെ ഭക്തർക്ക് തോന്നിക്കുന്നത് അതിശയം. അങ്ങനെയിരിക്കെ ശിവഭഗവാനെ ക്ഷണിക്കാതെ ദക്ഷ പ്രജാപതി ഒരു യാഗം നടത്തി. ആ യാഗശാലയിലേക്ക് ആദ്യമെത്തിയത് സൂര്യനും ചന്ദ്രനുമാണ്. അതിനാൽ ശാപത്തിനിരയായ ഇരുവരുടെയും പ്രകാശം നഷ്ടപ്പെട്ടു. സൂര്യന് പ്രകാശം നഷ്ടപ്പെട്ടതോടെ സകല ചരാചരങ്ങളും ഇരുട്ടിലായി. തന്റെ തെറ്റിൽ പശ്ചാത്തപിച്ച് തന്റെ പ്രകാശം തിരിച്ചു കിട്ടാൻ എന്താണ് വഴി എന്ന് അദ്ദേഹം ദേവഗുരുവിനോട് അന്വേഷിച്ചു. ഗുരു ഭൂമിയിലെ ഈ ഇലുപ്പക്കാടുകളിലേക്ക് വിരൽ ചൂണ്ടി. നിബിഡ വനമായ ഇവിടെ എത്തിയതും തനിക്കുള്ളിൽ ഒരു പ്രകാശം നിറയുന്നത് സൂര്യൻ മനസ്സിലാക്കി. കോടി സൂര്യപ്രഭയോടെ വിളങ്ങുന്ന ശിവഭഗവാനെ ഇവിടെ സൂര്യൻ ദിനവും പൂജിച്ചു. അങ്ങനെ സൂര്യന് തന്റെ മുഴുവൻ പ്രകാശവും തിരിച്ചു കിട്ടി. എത്ര യുഗങ്ങളായാലും തന്റെ ആദ്യ രശ്മികൾ കൊണ്ട് ഇവിടെ ശിവഭഗവാനെ അർച്ചന ചെയ്ത ശേഷമാണ് പ്രപഞ്ചത്തിന്റെ മേലെ സൂര്യൻ തന്റെ പ്രകാശരശ്മികൾ പരത്തുന്നത് എന്നാണ് പുരാണങ്ങളിൽ പരാമർശം. സൂര്യന്റെ അസ്തമയത്തിനനുസൃതമായാണ് ഇവിടെ ക്ഷേത്രത്തിൽ നടയടയ്ക്കുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കം തോന്നിക്കുന്ന ഗ്രാമപ്രദേശത്തുള്ള കീഴസൂര്യമൂല സൂര്യകോടീശ്വര ക്ഷേത്രം ആരാണ് നിർമ്മിച്ചത് എന്നതിനെപ്പറ്റി ശരിയായ വിവരങ്ങളില്ല. 2003 കുംഭാഭിഷേകം നടന്നത്. ക്ഷേത്രഗോപുരമില്ലാത്ത ഈ ആലയത്തിലേക്ക് പ്രവേശിച്ചാൽ ആദ്യം വിനായകർ സന്നിധിയാണ്. അതിനടുത്തായി പുഞ്ചിരിയോടെ ആനന്ദ ദക്ഷിണാമൂർത്തി. ദക്ഷിണാമൂർത്തിക്ക് കുടപിടിച്ച സർപ്പത്തിന്റെ ഒരു തലയിൽ ആഞ്ജനേയരുടെ മുഖം. പുറത്തെ പ്രകാരത്തിൽ തെക്ക് ഭാഗത്ത് ശക്തി വിനായകരും മേൽപ്രകാരത്തിൽ വള്ളിദേവയാനി സമേത മുരുകനും തെക്കുമൂലയിൽ നാഗലിംഗവും വടക്ക് പ്രകാരത്തിൽ ദുർഗാ ഭഗവതിയും ചണ്ഡികേശ്വരരും.
ഇവിടെ ദുർഗാ ഭഗവതി ഭക്തരെ സ്വീകരിക്കാൻ എന്ന പോലെ ഒരു കാൽ മുന്നോട്ട് എടുത്തു വെച്ചുള്ള പ്രതിഷ്ഠയാണ്. ദേവി ഒരു പാദത്തിൽ മാത്രം മെട്ടി അണിഞ്ഞിരിക്കുന്നു. ഈ ക്ഷേത്രത്തിലുള്ള സുന്ദര മഹാലക്ഷ്മി വില്ലുമരത്തിനടിയിൽ പത്മാസനത്തിൽ തപസിരിക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. ദേവിയുടെ ഇടതുപാദത്തിൽ 6 വിരലുകളുണ്ട്. ശുക്രന്റെ അതിദേവതയാണ് മഹാലക്ഷ്മി. ഭക്തർ സാമ്പത്തിക നഷ്ടം മാറാൻ ഇവിടെ പ്രാർത്ഥിക്കുന്നു. കണ്ണിന്റെ പ്രശ്നങ്ങൾ, കാഴ്ചക്കുറവ് എന്നിവ ഈ സന്നിധിയിൽ മനമുരുകി പ്രാർത്ഥിച്ചാൽ മാറുമെന്നത് ഇവിടെ എത്തുന്ന ഭക്തരുടെ അചഞ്ചലമായ വിശ്വാസമാണ്. ക്ഷേത്രത്തിന്റെ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ നവഗ്രഹങ്ങൾ വാഹനങ്ങളോടെ സൂര്യനെ നോക്കി തനി മണ്ഡപത്തിൽ നിലകൊള്ളുന്നു. സ്വാമി മണ്ഡപത്തിന്റെ വടകിഴക്ക് മൂലയിലാണ് ഭൈരവരും സൂര്യനും. ഈ ക്ഷേത്രത്തിലുള്ള സ്വർണ്ണ ഭൈരവ പ്രതിഷ്ഠയുടെ കഴുത്തിൽ ചെറുതായി പവിഴമണി പോലെ ഒരു ചുവപ്പ് നിറം കാണാം. ദീപാരാധന കാണിക്കുമ്പോൾ ഇത് ചെറുതായി അനങ്ങുന്നതും ഇന്നും ഭക്തർക്ക് കാണാവുന്ന അതിശയമാണ്. ഭൈരവർ തന്റെ കഴുത്തിലെ ചുവന്ന മണിയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന 7 ഒളികിരണങ്ങളാൽ എല്ലാ സൂര്യചന്ദ്ര ദോഷങ്ങളെയും നിവൃത്തി ചെയ്യുന്നു എന്നാണ് വിശ്വാസം. ഭൈരവരുടെ കഴുത്തുഭാഗം 6 മാസത്തിലൊരിക്കൽ നിറം മാറുന്നുവെന്നും പിന്നീട് പഴയപടിയാകുന്നുവെന്നുമാണ് ക്ഷേത്രത്തിലെ പൂജാരിയുടെ ഭാഷ്യം. ജ്യോതിഷപ്രകാരം ജാതകങ്ങളിൽ ചില കടുത്ത കഷ്ടകാലങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ളതിന് ഖണ്ഡം, വെച്ചെടുപ്പ് എന്നെല്ലാം പറയും. അങ്ങനെ കഷ്ടകാലങ്ങളുള്ളവർ ഈ സന്നിധിയിലെത്തി പ്രാർത്ഥിക്കുന്നത് ദോഷം കുറയ്ക്കും. സൂര്യൻ പിതൃകാരകനാകിയാൽ പിതൃദോഷ പരിഹാര സ്ഥലം കൂടിയാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ അന്നദാനം നടത്തിയാൽ പിതൃക്കളോട് നാം ചെയ്ത പാപങ്ങളാൽ സംഭവിക്കുന്ന ദോഷങ്ങൾ എല്ലാം തന്നെ മാറും എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിലെ പ്രധാന കരുവറയിൽ ശ്രീ പരമേശ്വരൻ രുദ്രാക്ഷ പന്തലിനു കീഴെ സൂര്യകോടീശ്വരർ എന്ന നാമത്തിൽ കിഴക്ക് ദർശനമായി അരുൾ ചൊരിയുന്നു. ഉദയം മുതൽ അസ്തമയം വരെ 365 നാളും സൂര്യദേവൻ അർച്ചന ചെയ്യുന്ന സന്നിധിയാണിത്. സന്നിധിക്കുള്ളിൽ നല്ല വെളിച്ചമായതിനാൽ ശിവലിംഗത്തിന്റെ നിഴൽ ചുവരിൽ ഭക്തർക്ക് ദർശിക്കാം. അത് സാധൂകരിക്കാനായി കണ്ണാടി വെച്ച് നോക്കിയാലും ഭക്തർക്കത് മനസ്സിലാക്കാം. സൂര്യദേവൻ 365 നാളും രാവിലെ ശിവപൂജ ചെയ്യുന്ന തേപ്പരുമാനല്ലൂർ രുദ്രാക്ഷേശ്വര ക്ഷേത്രത്തെക്കുറിച്ചും സൂര്യൻ നട്ട വില്ലുമരമുള്ള ആമൂർ രവീശ്വര ക്ഷേത്രത്തെക്കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ആണ്ടിൽ ചില ദിവസങ്ങൾ ചില നേരങ്ങൾ മാത്രം സൂര്യാർച്ചന നടക്കുന്ന തമിഴ്നാട്ടിലുള്ള പല ക്ഷേത്രങ്ങളെപ്പറ്റിയും വീഡിയോ ചെയ്തിട്ടുണ്ട്. സൂര്യദോഷമുള്ളവർ ഭഗവാന് ഇളനീർ അഭിഷേകം ചെയ്യുന്നതും ഞായറാഴ്ച സൂര്യഹോരയിൽ ക്ഷേത്രം സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നതും പ്രദോഷങ്ങളിൽ ഭഗവാനും ദേവിക്കും വസ്ത്രം ചാർത്തി ക്ഷേത്രത്തിലിരുന്ന് ആദിത്യഹൃദയ മന്ത്രം പാരായണം ചെയ്യുന്നതും സൂര്യൻ ജാതകത്തിൽ ബലഹീനനായാലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്നാണ് സ്ഥലപുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. അമ്പാൾ തനിസന്നിധിയിൽ പവിഴക്കൊടിയമ്മൻ എന്ന നാമത്തിൽ തെക്ക് ദർശനമായി അനുഗ്രഹം ചൊരിയുന്നു. സന്താനഭാഗ്യത്തിന് ഭക്തർ ദേവിക്ക് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നു. ക്ഷേത്രവൃക്ഷം ഇലിപ്പമരം. ക്ഷേത്രതീർത്ഥം സൂര്യപുഷ്കരണി. ആഗമവിധി പ്രകാരമുള്ള ഒരുകാല പൂജയാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. പ്രദോഷം, ശിവരാത്രി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ദിവസങ്ങൾ. പൂജാ സമയം രാവിലെ 6 മണി മുതൽ 12 മണി വരെ, വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ കുംഭകോണത്ത് നിന്ന് 15 കിലോമീറ്റർ, തിരുപ്പനന്താളിൽ നിന്ന് 7 കിലോമീറ്റർ, സൂര്യനാർകോവിലിൽ നിന്ന് 8 കിലോമീറ്റർ, ത്രിലോകിയിൽ നിന്ന് 2 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ആടുതുറ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.